നമസ്കാരം. നമ്മൾ ഇന്ന് ഫിസിക്സ് SSLC ഫിസിക്സ് സെക്കൻഡ് ചാപ്റ്റർ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. സെക്കൻഡ് ചാപ്റ്ററിലുള്ള ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. മലയാളം മീഡിയം ആണെങ്കിലും ടെക്സ്റ്റിലെ പേജ് നമ്പറിൽ വ്യത്യാസമൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് കയ്യിലെടുക്കുക. അതിനുശേഷം ഞാൻ പറയുന്ന ഭാഗങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രത്യേകത തോന്നുക അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നുന്നു എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്ന എന്തെങ്കിലും ഒരു സിമ്പിൾ അവിടെ ഇട്ട് വെക്കുക. ഓക്കെ, ഏതായാലും പൊതുവിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്ന ഫോക്കസ് ഏരിയാസ് പേജ് നമ്പർ എവിടെയൊക്കെയാണുള്ളത്, അതെങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. നമ്മുടെ ക്ലാസ് അല്ലെങ്കിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എക്സാമുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫോക്കസ് ഏരിയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിലുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് കെയറിങ് കണ്ടക്ടർ, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അതായത് പേജ് നമ്പർ 36 ഫിഗർ 2.5, ഫിഗർ 2.4 അതൊക്കെയാണ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് കെയറിങ് കണ്ടക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ. അതായത് ഒരു കറണ്ട് കെയറിങ് കണ്ടക്ടറിനെ നമ്മൾ വരയ്ക്കുകയാണെങ്കിൽ, നമ്മളിതൊക്കെ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. ഇപ്പോൾ ഫോക്കസ് ഏരിയ എന്നുള്ള രീതിയിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മൾ പറയുന്നു. ഇതാണ് ഒരു കറണ്ട് കെയറിങ് കണ്ടക്ടർ. കറണ്ട് ഇങ്ങനെയാണ് ഒഴുകുന്നത്, മുകളിലേക്കാണ് ഒഴുകുന്നത് എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ കറണ്ട് കെയറിങ് കണ്ടക്ടറിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡ് അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫ്ലക്സ്, അതിൻ്റെ ഡയറക്ഷൻ അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൽ എന്താ ചെയ്യേണ്ടത്? വലത് കൈ പെരുവിരൽ നിയമം എന്ന് പറഞ്ഞാൽ കറണ്ട് പാസ് ചെയ്യുന്ന ദിശയിലേക്ക് കണ്ടക്ടറിനെ പിടിക്കുന്നതായി സങ്കല്പിക്കുക. കറണ്ടിൻ്റെ ദിശയിലേക്ക് നമ്മുടെ തമ്പ് പോയിന്റ് ചെയ്യുക. അപ്പോൾ ചുറ്റിപ്പിടിച്ച മറ്റ് 4 വിരലുകൾ എൻസർക്കിൾഡ് ഫിംഗേഴ്സാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫ്ലക്സിൻ്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്നത്. ഓക്കെ, ഇതാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ, അല്ലെങ്കിൽ നമ്മുടെ ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറണ്ട് കെയറിങ് കണ്ടക്ടർ. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്ന് നോക്കാം. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ഓഫ് ജെയിംസ് ക്ലാർക്ക് മാസ്വെൽ ആണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഇമാജിൻ യു ആർ ഹോൾഡിംഗ് എ കറണ്ട് കെയറിങ് കണ്ടക്ടർ വിത്ത് ദ റൈറ്റ് ഹാൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ തമ്പ് പോയിൻറ്റ്സ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി കറണ്ട്. The direction in which the other fingers encircle the conductor gives the direction of the magnetic field. ഓക്കെ, പേജ് നമ്പർ 36 ബോക്സിലുള്ള കാര്യമാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. മലയാളം മീഡിയം ആണെങ്കിലും പേജ് നമ്പർ 36 തന്നെയാണ്, ഈ ഭാഗത്ത് തന്നെയാണ് ആ ബോക്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് സോളിനോയിഡ്. സോളിനോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ സോളിനോയിഡ് ഈസ് എൻ ഇൻസുലേറ്റഡ് വയർ വൂണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെലിക്സ്. ഇമ്പോർട്ടൻ്റ് ആണ് എന്താണ് സോളിനോയിഡ് എന്നുള്ളത്. എ സോളിനോയിഡ് ഈസ് എൻ ഇൻസുലേറ്റഡ് വയർ വൂണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് എ ഹെലിക്സ് സച്ച് എസ് കോയിൽഡ് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ് ടു മേക്ക് യൂസ് ഓഫ് ദി മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ എന്താണ് സോളിനോയിഡ് എന്നുള്ളതൊന്ന് പഠിച്ചു വെക്കുക. പേജ് നമ്പർ 38 അതുള്ളത്. സോളിനോയിഡ് ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഈ ഫോക്കസ് ഏരിയയിൽ പിന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം, സോളിനോയിഡിന് ശേഷം പറയുന്നത് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അല്ലേ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ കറണ്ട് കെയറിങ് കണ്ടക്ടറുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പിന്നെ പറയുന്നത് ദ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സോളിനോയിഡ്. ഓക്കെ, ഒരു സോളിനോയിഡിന്
ചുറ്റുമുള്ള മാഗ്നറ്റിക് ഫ്ലക്സ് എങ്ങനെയായിരിക്കും? അതൊരു ബാർ മാഗ്നറ്റ് പോലെ തന്നെയായിരിക്കും. ഇതാണ് ഒരു സോളിനോയിഡ് എങ്കിൽ ഇതിന് നമ്മളൊരു കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ മാഗ്നറ്റിക് ഫ്ലക്സ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു ബാർ മാഗ്നറ്റിലൂടെ ഉള്ളതുപോലെ തന്നെ ആയിരിക്കും എന്നുള്ളത് നമ്മൾ പഠിച്ചതാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ മാഗ്നറ്റിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നോർത്തിൽ നിന്ന് സൗത്തിലേക്കാണ് എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു സോളിനോയിഡിൽ നോർത്തും സൗത്തും റെക്കോർഡ് ചെയ്തിട്ട് ഉണ്ടാവില്ല. അതായത് ഒരു ബാർ മാഗ്നറ്റ് ആണെങ്കിൽ നോർത്ത് സൗത്ത് എന്ന് രേഖപ്പെടുത്തിയിരിക്കും. സോളിനോയിഡ് ആണെങ്കിൽ നോർത്ത് സൗത്ത് എന്ന് എഴുതിയിരിക്കില്ല. അപ്പോൾ നമുക്ക് ഈ നോർത്ത് സൗത്ത് എങ്ങനെ മനസ്സിലാക്കാം? അതാണ് അടുത്ത ഫോക്കസ് ഏരിയ. ഓക്കെ, ദ മാഗ്നറ്റിക് പൊളാരിറ്റി, ഒരു സോളിനോയിഡിൻ്റെ പൊളാരിറ്റി നമുക്ക് എങ്ങനെ കണ്ടെത്താം? എങ്ങനെയാണ്? നമ്മൾ ഒരു സോളിനോയിഡിനെ നോക്കുകയാണെങ്കിൽ, സോളിനോയിഡിനെ ഇങ്ങനെ പിടിച്ചു നോക്കുകയാണെങ്കിൽ, സോളിനോയിഡിൻ്റെ നമ്മൾ നോക്കുന്ന ഭാഗത്ത് കറണ്ട് പാസ് ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ, ക്ലോക്കിൽ സൂചി കറങ്ങുന്നത് പോലെയാണെങ്കിൽ ആ ഭാഗം സൗത്ത് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓട്ടോമാറ്റിക്കലി മറുവശത്തുള്ള ഭാഗം നോർത്ത് ആയിരിക്കും. ഓക്കെ, ഇനി ഒരു സോളിനോയിഡിനെ നമ്മൾ ഇങ്ങനെ പിടിച്ചു നോക്കുന്നു. സോളിനോയിഡിനെ ഇങ്ങനെ പിടിച്ചു നോക്കുകയാണെങ്കിൽ നമ്മൾ നോക്കുന്ന ഭാഗത്ത് എന്താണ് ഈ കറണ്ട് പാസ് ചെയ്യുന്നത് ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ, ഓക്കെ, ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്നെങ്ങനെയാണ്? ഇങ്ങനെ അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ. നോർത്ത് ആയിരിക്കും ആ ഭാഗം. മനസ്സിലാവുന്നുണ്ടോ? ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ, ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. അപ്പോൾ ഫോക്കസ് ഏരിയ എന്നുള്ള രീതിയിൽ ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾക്ക് പറയുന്നു എന്ന് മാത്രം. ഇനി കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആവശ്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാനലിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ, ഈ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ പ്ലേലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഈ ഭാഗങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് നോക്കിയാൽ മതിയാവും. ഓക്കെ, അപ്പോൾ സോളിനോയിഡിൻ്റെ പൊളാരിറ്റി ഫോക്കസ് ഏരിയയിൽ പെടുന്നുണ്ട്. അപ്പം അത് നിങ്ങൾ പഠിക്കണം. നമ്മൾ സോളിനോയിഡിനെ ഇങ്ങനെ പിടിച്ചിട്ട് അതിനെ നോക്കുമ്പോൾ അതിൽ കറണ്ട് പാസ് ചെയ്യുന്നത് അല്ലെ കറണ്ട് ഫ്ലോ ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണെങ്കിൽ ആ ഭാഗം നോർത്ത് ആയിരിക്കും, മറ്റേ എൻഡ് എന്തായിരിക്കും? സൗത്ത് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഫോക്കസ് ഏരിയയിൽ പറയുന്നത് പേജ് നമ്പർ 39 ഏറ്റവും മുകളിലായിട്ട് ഒരു സെൻറ്റൻസ് ഉണ്ട് അല്ലേ? ബേസ്ഡ് ഓൺ ദ എബോവ് ആക്ടിവിറ്റീസ്, അതായത് മുന്നേ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസ് പ്രകാരം tabulate the factors affecting the strength of the magnetic field of a solenoid carrying current. ഓക്കെ, ഒരു കറണ്ട് കെയറിങ് സോളിനോയിഡിൻ്റെ മാഗ്നറ്റിക് ഫീൽഡിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇൻറ്റൻസിറ്റി ഓഫ് ഇലക്ട്രിക് കറണ്ട്, നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദി സോളിനോയിഡ്, ദെൻ കോർ യൂസ്ഡ്, അതായത് നമ്മളൊരു സോഫ്റ്റ് അയൺ കോറൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും. ഓക്കെ, ദെൻ ഏരിയ ഓഫ് കോർ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് അയൺ കോറിൻ്റെ ഏരിയ കൂടുതലാണെങ്കിൽ അവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടും. ഓക്കെ, അപ്പോൾ ഫോക്കസ് ഏരിയയിലുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. നമ്മൾ ഈ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും പറയുന്നില്ല, ഫോക്കസ് ഏരിയ മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ സോളിനോയിഡ് ആൻഡ് ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ദ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് എ സോളിനോയിഡ്. പിന്നെ പറയുന്നതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. ഓക്കെ, മോട്ടോർ പ്രിൻസിപ്പിൾ എവിടെയാണ് പറയുന്നത്? പേജ് നമ്പർ 40യിലായിട്ടാണ് മോട്ടോർ പ്രിൻസിപ്പിൾ പറയുന്നത്. എന്താണ് മോട്ടോർ പ്രിൻസിപ്പിൾ? യെസ്, ഒരു കറണ്ട് കെയറിങ് കണ്ടക്ടറിൻ്റെ ഇടയിലായി വെച്ചിരിക്കുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയിലായി വെച്ചിരിക്കുന്ന കറണ്ട് കെയറിങ് കണ്ടക്ടറിന് ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മൂവ്മെൻറ്റ് അനുഭവപ്പെടുന്നു. അതിനാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ഡെഫിനിഷൻ ഒന്ന് നോക്കാം. എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്. ഓക്കെ, അതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ. അപ്പം നമുക്ക് തൊട്ട് മുന്നിലുള്ള പേജ് ഒന്ന് നോക്കാം. പേജ് നമ്പർ 39 ഇതൊരു മാഗ്നറ്റിക് ഫീൽഡാണ്, നോർത്ത് സൗത്ത് അതിനിടയിൽ വെച്ചിരിക്കുന്നൊരു കണ്ടക്ടർ. ഈ കണ്ടക്ടറിന് എന്ത് അനുഭവപ്പെടും?
യെസ്, ഈ കണ്ടക്ടർ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അങ്ങനെ ഫോഴ്സ് അനുഭവപ്പെട്ടിട്ട് ഈ കണ്ടക്ടർ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അതാണ് മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ പേജ് നമ്പർ 40 ഈ മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന ഭാഗം ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ്? എ കണ്ടക്ടർ വിച്ച് ക്യാൻ മൂവ് ഫ്രീലി ആൻഡ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ് വെൻ കറണ്ട് പാസസ് ത്രൂ ഇറ്റ് ആൻഡ് ഇറ്റ് മൂവ്സ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ അടുത്ത ഫോക്കസ് ഏരിയ എന്ന് പറയുന്നത് ഏതാണ്? യെസ്, DC മോട്ടോർ, അതിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ ഈ മോട്ടോർ പ്രിൻസിപ്പിൾ പറയുമ്പോൾ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളും ഒന്ന് നോക്കാം. ഓക്കെ, അതുമായിട്ട് ബേസ് ചെയ്തിട്ടിരിക്കുന്ന ആ കണ്ടക്ടറിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടേക്കാണ് എന്ന് കണ്ടുപിടിക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. അപ്പോൾ അതും ഒന്ന് പഠിച്ചു വെക്കുന്നത് നന്നായിരിക്കും. അത് ഫോക്കസ് ഏരിയയിൽ എടുത്തു പറയുന്നില്ല എങ്കിലും. ഓക്കെ, ഇനി അടുത്തത് DC മോട്ടോറാണ്. പേജ് നമ്പർ 41 DC മോട്ടോർ ഉള്ളത്. ഫിഗർ 2.12 ആണ് DC മോട്ടോറിൻ്റെത്. അപ്പോൾ DC മോട്ടോറിൻ്റെ നിങ്ങൾ DC ജനറേറ്ററുമായിട്ട് മാറിപ്പോകാൻ പാടില്ല. DC മോട്ടോറിൽ ആണെങ്കിൽ ഇവിടെ ഔട്ട്പുട്ടിൽ ഒരു ബാറ്ററിയാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കുക. പിന്നെ DC മോട്ടോറിൻ്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണ്? ആർമേച്ചർ, ഇതാണ് ആർമേച്ചർ. പിന്നെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഓക്കെ, ഇതാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടർ. പിന്നെ ഫീൽഡ് മാഗ്നറ്റ്. ഇത്രയും കാര്യങ്ങളാണ്. ബ്രഷുകൾ, ഓക്കെ, ബ്രഷസ്. ഇത്രയും കാര്യങ്ങളാണ് DC മോട്ടോറിൽ ഉള്ളത്. അത് ഒന്ന് ഓർത്ത് വെക്കുക. ആർമേച്ചർ എന്താണ് എന്നുള്ളത്. ആർമേച്ചർ ഈസ് ദ മെറ്റാലിക് കോയിൽ wound round a soft iron core so that it is free to rotate. Armature എന്താണ് എന്നും. Then split ring commutator. If the rotation of the armature is to be sustained, the direction of current through the armature should continuously keep on changing. The split rings help to change the, ഇതാണ് important, ഈ സെൻറ്റൻസ് ആണ് important. Okay, the split rings help to change the direction of current through the coil after every half rotation. Hence it is also called split ring commutator. Okay, സ്പ്ലിറ്റ് റിങ്സ് എന്ന് പറയുന്നത് ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോഴത്തേക്കും എന്ത് ചെയ്യുന്നു? അതിൻ്റെ ഡയറക്ഷൻ മാറി മാറി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുറത്തേക്ക് വരുന്ന എന്ത് ചെയ്യുന്നത്? കറണ്ട് DC ആയി മാറുന്നത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സെൻറ്റൻസ് അല്ലെങ്കിൽ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്ററിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് ആൻസർ. ഓക്കെ, പേജ് നമ്പർ 41 ഈ കാര്യം പറയുന്നത്. ഇനി നെക്സ്റ്റ് DC മോട്ടോർ കഴിഞ്ഞാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഫോക്കസ് ഏരിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ DC മോട്ടോറിൻ്റെ വർക്കിംഗ് ഒന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, അടുത്ത് പറയാനുള്ളത് മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കർ. മൂവിങ് കോയിൽ ലൗഡ് സ്പീക്കറിൽ മിക്കവാറും നിങ്ങളെടുത്ത് ഈ ഒരു സ്ട്രക്ചർ തന്നിട്ട് അതിൻ്റെ അതിൻ്റെ ഭാഗങ്ങൾ ഒന്ന് പിന്നെ അടയാളപ്പെടുത്താൻ വേണ്ടി ചോദിക്കാം. അതുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കാം. ഇത് ഡയഫ്രമാണ്. ഈ ചുരുളാക്കിയിരിക്കുന്ന ഈ ഭാഗം വോയിസ് കോയിലാണ്. ഇതിൻ്റെ ഇടയിലുള്ള ഭാഗം സോഫ്റ്റ് അയൺ കോറാണ്. ദെൻ ഇത് കണക്റ്റിംഗ് വയർ. പിന്നെ ഈ രണ്ട് ഭാഗം ഫീൽഡ് മാഗ്നറ്റ് ആണ് എന്നുള്ളത് പഠിച്ചു വെക്കുക. അതായത് വോയിസ് കോയിലും ഡയഫ്രമും നിർബന്ധമായും പഠിച്ചിരിക്കുക. മുൻ വർഷങ്ങളിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൊക്കെ അത് ചോദിക്കാറുണ്ട്, വോയിസ് കോയിൽ ആൻഡ് ഡയഫ്രം. ഓക്കെ, പിന്നെ ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിംഗ്. ഓക്കെ, ലൗഡ് സ്പീക്കറിൻ്റെ വർക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ഏരിയയിൽ പറയുന്നുണ്ട്. ദ ഇലക്ട്രിക്കൽ പൾസസ് ഫ്രം എ മൈക്രോഫോൺ ആർ സ്ട്രെങ്തൻഡ് യൂസിങ് an amplifier and sent through the voice coil of a loudspeaker. The voice coil, which is placed in the magnetic field, moves to and fro rapidly in accordance with the electrical pulses. These movements make the diaphragm vibrate, thereby reproducing sound. എന്താ പറഞ്ഞിരിക്കുന്നത്? ദ ഇലക്ട്രിക്കൽ പൾസസ് ഫ്രം എ മൈക്രോഫോണിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ പൾസസ് ആംപ്ലിഫയർ ഉപയോഗിച്ചുകൊണ്ട് സ്ട്രെങ്തൻ ചെയ്യുന്നു. അതിനുശേഷമാണ് ഈ സൗണ്ട് നമ്മുടെ ലൗഡ് സ്പീക്കറിലേക്ക് വരുന്നത്. അത് എന്ത് ചെയ്യുന്നു? അത് വരുമ്പോഴത്തേക്കും ഈ സൗണ്ട് വരുമ്പോഴത്തേക്കും സൗണ്ടിന് വൈബ്രേഷൻ ഉണ്ടാവും. ആ വൈബ്രേഷൻ കൊണ്ട് തന്നെ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മുടെ
ഈ പിക്ചറിൽ കാണുന്നുണ്ടല്ലോ വോയിസ് കോയിൽ. ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ വോയിസ് കോയിൽ ഉള്ളത് ഈ രണ്ട് ഫീൽഡ് മാഗ്നറ്റിൻ്റെ ഇടയിലായിട്ടാണ് വോയിസ് കോയിൽ ഉള്ളത്. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ വോയിസ് കോയിൽ ഇവിടുന്ന് ടു ആൻഡ് ഫ്രോ മോഷൻ, ഓക്കെ, മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നത് വഴി ഈ മാഗ്നറ്റിക് ഫീൽഡ് ബ്രേക്ക് ചെയ്യപ്പെടുകയും ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ബ്രേക്ക് ചെയ്യപ്പെടുകയും അതുവഴി അവിടെ ഒരു ഇലക്ട്രിക് സിഗ്നൽ ഉണ്ടാകുകയും ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത് ഇൻ അക്കോർഡൻസ് വിത്ത് ഇലക്ട്രിക്കൽ പൾസസ്. ഓക്കെ, ഇതാണ് ദീസ് മൂവ്മെൻറ്റ്സ് മേക്ക് ദ ഡയഫ്രം വൈബ്രേറ്റ്. ഇത് കാരണം എന്ത് ചെയ്യും? ഡയഫ്രം വൈബ്രേറ്റ് ചെയ്യും, അങ്ങനെ സൗണ്ട് റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. അതാണ് പറയുന്നത്. ഇത്രയും കാര്യമാണ് മാഗ്നറ്റിക് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഫോക്കസ് ഏരിയാസ് ആയിട്ട് എടുത്ത് കാണിച്ചിരിക്കുന്നത്. ഈ ഭാഗങ്ങൾ നിർബന്ധമായും പഠിച്ചിട്ട് പോവുക എക്സാമിന്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പേജ് നമ്പേഴ്സ് തന്നെയാണ് മലയാളം മീഡിയം ടെക്സ്റ്റ് ബുക്കിലും ഉള്ളത്. അതുകൊണ്ട് ഇത് വീഡിയോ ഇംഗ്ലീഷ് മീഡിയക്കാർക്കും മലയാളം മീഡിയക്കാർക്കും രണ്ടുപേർക്കും ബെനിഫിഷ്യൽ ആവുന്ന തരത്തിലാണ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.